ഇതുപോലൊരു തോൽവി ഇടതു നേതാക്കൾ സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിച്ചതല്ല. പോർക്കളത്തിൽ മുറിവേറ്റ് നിൽക്കുന്നത് കേരളം ഒരു ദശാബ്ദക്കാലം തുടർച്ചയായി ഭരിച്ച പിണറായി വിജയൻ ആണ്. പേരിൽ വിജയമുള്ളവൻ, ഇന്ന് പോരിൽ പരാജിതൻ. ക്ലിഫ് ഹൗസ് സൗധത്തിൽ നിന്ന് ചിന്താ ഫ്ലാറ്റിൻ്റെ 3-ാം നിലയിലെ മുറിയിലേക്ക് ചുരുങ്ങുകയാണ് രാജ്യത്തെ ഏറ്റവും ശക്തിശാലി എന്ന് വിശേഷിപ്പിക്കപ്പെട്ട കമ്മ്യൂണിസ്റ്റ് നേതാവ്. സെക്രട്ടേറിയറ്റിൻ്റെ അധികാര നടപ്പുരകളിൽ നിന്ന് ഇടുങ്ങിയ ഇടങ്ങളിലേക്ക് ചുരുങ്ങുന്ന ഒരു രാഷ്ട്രീയ പ്രതീകമായി മാറുന്നു CPM. കേരളത്തിലും ബംഗാൾ ആവർത്തിക്കുകയാണോ? കാലിടറി കാലയവനികയ്ക്കുള്ളിലേക്ക് നടക്കുകയാണോ കേരളത്തിലും കമ്മ്യൂണിസം? വാണിജ്യ സാധ്യതകളുള്ള സാഹിത്യം പോലും അല്ലാതായി മാറുകയാണോ ഇടതു ചിന്തകൾ? പുതിയ കാല രാഷ്ട്രീയത്തിൻ്റെ കാഴ്ചപ്പാടുകൾക്ക് ചേരാത്ത ചിന്താധാരയായി ദൈഷ്ണിക മണ്ഡലത്തിൽ നിന്നും അപ്രത്യക്ഷമാവുകയാണോ മാർക്സിസം? തിരികെയെത്തും കൊടുങ്കാറ്റ് പോലെ CPM എന്ന് പ്രതീക്ഷകൾ അപ്രായോഗിക രാഷ്ട്രീയ രീതിയുടെ നടക്കാത്ത സ്വപ്നമാണോ? തീർന്നോ CPM?